second. What's up guys, welcome back to my YouTube channel Malayalam Tech Factory. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ ജെസ് പിള്ള. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റിയലും ആക്റ്റീവുമായിട്ടുള്ള അൺലിമിറ്റഡ് ഫോളോവേഴ്സ് നേടാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ കുറച്ച് പ്രോ ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും ഗൈസ്. അത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡെയിലി നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ പ്രോ ടിപ്സിലേക്ക് കടക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് നേടുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീഡിയോസോ ഇമേജസോ അങ്ങനെ ഏത് തരത്തിലുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ മനസ്സിലാവും നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അതായത് നിങ്ങളിടുന്ന പോസ്റ്റുകൾക്കൊക്കെ നല്ല റീച്ച് കൊടുക്കും ഇൻസ്റ്റാഗ്രാം. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലൈക്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ പോസ്റ്റിന് നേടാൻ സാധിക്കും. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ സ്വന്തം വർക്കുകൾ മാത്രം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളെടുത്ത ഫോട്ടോസ്, നിങ്ങളെടുത്ത വീഡിയോസ്, അതിനൊക്കെ ഒരു യുണീക്ക്നെസ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വർക്കല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റിനെ അവർ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം വർക്ക് മാത്രം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടാനും ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്സ് കൂട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ ഗൈസ്. അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സെൽഫി ഇമേജസ് ഒന്നും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള ഇമേജസുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്സോ അല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഫോളോവേഴ്സോ കിട്ടുന്നതായിരിക്കില്ല ഗൈസ്. അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല. പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ പുതിയ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ റീച്ച് കിട്ടുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പല തരത്തിലുള്ള ട്യൂട്ടോറിയൽസും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് കയറിയാണെങ്കിൽ കണ്ടു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചില കൂട്ടുകാർ ആലോചിക്കുന്നുണ്ടാവും ഏത് തരത്തിലുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് ലഭിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ നമുക്ക് ലഭിക്കുക എന്നതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം, അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അതായത് ചിലവർക്ക് വാഹനങ്ങളുമായി ഭയങ്കര കമ്പമായിരിക്കും. അപ്പോൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അല്ലാത്ത പക്ഷേ ചിലവർക്കാണെങ്കിൽ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് നേടാൻ സാധിക്കും. ചില കൂട്ടുകാർക്കൊരു സംശയമുണ്ട്, അതായത് ഗൈസ് ഞങ്ങളിടുന്ന പോസ്റ്റുകൾ കാണാനും ഒപ്പം തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാനും ആളുകളുണ്ടോ എന്നതിനെപ്പറ്റി. നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗൈസ്, നിങ്ങളെപ്പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്കും കിട്ടും, ഒപ്പം തന്നെ നിങ്ങളെ ഫോളോ ചെയ്യാനും ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു പോസ്റ്റ് നിങ്ങൾ ഇട്ടാലും ആ ഒരു പോസ്റ്റിൻ്റെ താഴെ നല്ല രീതിയിലുള്ള ഒരുപാട് ഹാഷ്ടാഗ്സ് കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ഹാഷ്ടാഗ്സ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ പോസ്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള റീച്ച് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഗൈസ് നമുക്ക് ഹാഷ്ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് വെബ്സൈറ്റുകളെ കാട്ടിയൊക്കെ വളരെ സൂപ്പർബായിട്ട് എനിക്ക് തോന്നിയത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൈസ് ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഹാഷ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്ക് താഴെ എങ്ങനെ ഹാഷ്ടാഗ്സ് കൊടുക്കാം എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ ഏതാണോ അത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഹാഷ്ടാഗ്സ് കാണാൻ സാധിക്കും. ആ ഒരു ഹാഷ്ടാഗ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെ ഈ ഒരു ഹാഷ്ടാഗ്സ് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളാണ്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റിൻ്റെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ പോസ്റ്റുകൾ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഫുഡുമായി ബന്ധപ്പെട്ടതായിരിക്കും, അങ്ങനെ പല പല കാറ്റഗറിയിൽപ്പെട്ട പോസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇടുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന വലിയ വലിയ ഫോളോവേഴ്സുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇവരുടെ പോസ്റ്റുകൾ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഹാഷ് ടാഗ്സ് ഒന്ന് നോക്കുക. അതിനുശേഷം അതേപടി ആ ഒരു ഹാഷ് ടാഗ്സ് നിങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെ ഒന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇത്തരത്തിൽ നമ്മളുടെ കാറ്റഗറിയിൽ പെടുന്ന പോസ്റ്റുകൾ കാണുന്നവരും ഒപ്പം തന്നെ അത് ലൈക്ക് ചെയ്യുന്നവരും ആയിട്ടുള്ളവരിലേക്ക് നിങ്ങളുടെ പോസ്റ്റ് എത്തും. അങ്ങനെ നിങ്ങളുടെ പോസ്റ്റിന് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിന് നല്ല രീതിയിൽ ലൈക്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഫ്രീ ആയിട്ട് വന്നു ചേരുകയും ചെയ്യും. ഇവരെന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഫോളോവേഴ്സും ആയിരിക്കും. അപ്പോൾ ഗൈസ്, രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അതായത് ഗൈസ്, ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യാൻ തോന്നണം, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ തോന്നണം. അത്തരത്തിലുള്ള പോസ്റ്റുകളായിരിക്കണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം ഒരു കാര്യം. അതായത് ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഒപ്പം തന്നെ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ പറ്റിയുള്ള പല ട്യൂട്ടോറിയൽസ് നമ്മുടെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കി അതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഗൈസ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്വൈപ്പബിൾ ഇമേജസ് അപ്ലോഡ് ചെയ്യാം. സ്വൈപ്പബിൾ ഇമേജസ് എന്താണെന്നതിനെ പറ്റിയും ഒപ്പം തന്നെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയും ഒപ്പം തന്നെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാമെന്നതിനെ പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കാൻ, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. ഒരു വ്യക്തി ഈ ഒരു സ്വൈപ്പബിൾ ഇമേജസ് ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഇതൊരു പനോരമിക് ഇമേജ് അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രി ഇമേജ് ആയിട്ടൊക്കെ തോന്നത്തുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഏത് തരത്തിലുള്ള ഇമേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്വൈപ്പ് ചെയ്യുമ്പം ആ ഒരു ഫോട്ടോ ആയിട്ടായിരിക്കും അവർക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ പനോരമിക്കോ അല്ലെങ്കിൽ 180 ഡിഗ്രി ഫോട്ടോ ആയിട്ടൊക്കെ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസിനൊക്കെ ഭയങ്കര റീച്ചാണ് ഇൻസ്റ്റാഗ്രാമിനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലൈക്കും ഫോളോവേഴ്സും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോയുമേ അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആദി ജയ്സ് പിള്ള സൈനിങ് ഔട്ട്.